ഞാൻ പറഞ്ഞു മിൻ റഹ്തിക, ഞാൻ തങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പെട്ട ആളാണ്, ഖുറൈശി തറവാട്ടുകാരനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉദ്നു മിന്നി, അടുത്തോട്ട് വരൂ. ഞാൻ അവിടുത്തെ സമീപത്തേക്ക് അടുത്തു ചെന്നു. ഫഫതഹ ഫമി, എൻ്റെ തൊള്ള, എൻ്റെ വായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുറന്നു. ഫഅമറ മിൻ ദീഖിഹി അലാ ലിസാനി വഫമി വസഫതി, അവിടുത്തെ ശറഫാക്കപ്പെട്ട ഉമിനീർ എൻ്റെ നാവിലും എൻ്റെ തൊള്ളയിലും എൻ്റെ ചുണ്ടിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുരട്ടി. എന്നിട്ട് പറഞ്ഞു, ഇംളി ബാറകല്ലാഹു ഫീക്, പോയിക്കോ മോനെ, അല്ലാഹു നിന്നിൽ ബർക്കത്ത് ചെയ്യട്ടെ എന്ന് എന്നെ ആശംസിച്ചു. ഫമാ അദ്കുറു അന്നി ലഹൻതു ഫീ ഹദീസിൻ ബഅദ ദാലിക വലാ ശഅർ, ഒരൊറ്റ ഹദീസിലും ഒരു ഗദ്യത്തിലും പദ്യത്തിലും ഒരബദ്ധവും എൻ്റെ നാവിലൂടെ ഉണ്ടായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്ത് അവിടുത്തെ ഉമിനീര് സ്വപ്നത്തിൽ എന്നെ ക്ഷണിച്ച് എനിക്ക് പുരട്ടിത്തെന്ന് പറഞ്ഞയച്ചതാണ് എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വഫാത്തിന് ശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തർബിയത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തിയെടുക്കൽ നടന്നിട്ടുള്ള ലോക പ്രശസ്ത പണ്ഡിതനാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു. വഫാത്തിന് മുമ്പ് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മഹാനായ ഇമാമിനെ സംബന്ധിച്ച് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലിമു ഖുറൈശ്, ഖുറൈശിക്കാരനായ ഒരു പണ്ഡിതൻ, യംലൗ തിബാഖൽ അർളി ഇൽമാ, ലോകം മുഴുക്ക ഭൂമി മുഴുക്കെ ഇൽമു നിറക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ ഖുറൈശിക്കാരനായ പണ്ഡിതൻ അതുപോലെ ലോകത്ത് സർവ്വ വിഷയത്തിലും ഇൽമു പ്രചരിപ്പിച്ച, അതുപോലെ ഇൽമു നിറച്ച വേറൊരു പണ്ഡിതനെ ലോകം വേറെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ആ പറഞ്ഞ ഹദീസ് കൊണ്ട് ഉദ്ദേശം ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണെന്ന് പറയുന്നത് 10 ലക്ഷത്തോളം ഹദീസ് മനപ്പാഠമാക്കിയ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു, അബൂ നുഐം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള വലിയ വലിയ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് കൊണ്ട് ഉദ്ദേശം മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആണ്. ഭൂമി നിറയെ ഇൽമു കൊണ്ട് നിറക്കുന്ന പണ്ഡിതൻ. ഖുറൈശ് എന്ന് പറയുന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടാണ്. നല്ല കുടുംബം, നല്ല തറവാട്, അതിന് മഹത്വമുണ്ട്. ചില ആളുകൾ തറവാട്ടിന് മഹത്വമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. ശരിയല്ല, തറവാട്ടിന് മഹത്വമൊക്കെ ഉണ്ട്. പക്ഷേ ഈമാനും തഖ്വയും ഇല്ലെങ്കിൽ തറവാട്ടിന് മഹത്വമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഞാൻ വലിയ തറവാട്ടുകാരനാണ് എന്ന് പറഞ്ഞു ഈമാനില്ലെങ്കിൽ കാര്യമില്ല, തഖ്വയില്ലെങ്കിൽ കാര്യമില്ല. അതേസമയത്ത് ഈമാനും തഖ്വയും ഉണ്ടോ എങ്കിൽ ഖൈറുക്കും ഫിൽ ജാഹിലിയ്യത്തി ഖൈറുക്കും ഫിൽ ഇസ്ലാം ഇദാ ഫഖഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ജാഹിലിയ്യ കാലത്ത് ഉത്തമന്മാരായി കണ്ടിരുന്ന ആളുകൾ ഉത്തമന്മാർ തന്നെയാണ് ഇസ്ലാമിലും. അവർക്ക് മഹത്വമുണ്ട്, പക്ഷേ അവർക്ക് ഈമാനും തഖ്വയും ഉണ്ടാകണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാട് ഏറ്റവും ഉയർന്ന തറവാടാണ്. അത് ഖുറൈശി തറവാടാണ്. ഖുറൈശ് എന്ന വാക്ക് യതഖറസുൽ മാല, സ്വത്ത് ഒരുമിച്ച് കൂട്ടുക എന്നതിന് യതഖറസുൽ മാൽ എന്ന് പറയാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പാപ്പമാരുടെ പരമ്പര, അവർ കച്ചവടം ചെയ്ത് സ്വത്തുണ്ടാക്കുന്ന ആളുകൾ അവരുടെ ഉപ്പാപ്പമാരുടെ തറവാട്ടിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്നാണ് ചരിത്രകാരന്മാർ ആ തറവാട്ടിനെ സംബന്ധിച്ച് പറയുന്നത്. നദറിന്റെ സന്താനങ്ങളായി ഉണ്ടായിരുന്ന ആളുകൾ, അവർക്കാണ് ഖുറൈശി എന്ന പേരിൽ മുദർ, കിനാന എന്ന് പറഞ്ഞ് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ആ കൂട്ടത്തിൽ നദറിന്റെ സന്താനങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ നമ്മൾ പറയുന്ന നദറിന്റെ സന്താനങ്ങളായി വരുന്ന ആളുകൾക്കാണ് ഖുറൈശി തറവാട് എന്ന് പറയുന്നത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തറവാടും ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ തറവാടും കുടുംബവും ഒന്നാണ്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 20 ബാപ്പമാരുടെ പേര് സഹീഹുൽ ബുഖാരിയിലും. ആ 20 ബാപ്പമാരുടെ പേരെണ്ണുമ്പോൾ അബ്ദുല്ലാഹി, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ് എന്നിങ്ങനെ നമ്മൾ സാധാരണയായി ചൊല്ലാറുണ്ട്. അബ്ദു മനാഫ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ നാം കാണും. അബ്ദുല്ല, അബ്ദുൽ മുത്തലിബ്, ഹാഷിം, അബ്ദു മനാഫ്, 4ാമത്തെ പിതാവ്. ആ അബ്ദു മനാഫിന്റെ 4 സന്താനങ്ങൾ. ഒരാളാണ് ഹാഷിം. ഹാഷിമിന്റെ മകനാണ് ശൈബത്തുൽ ഹംദ് എന്നു പേരുള്ള അബ്ദുൽ മുത്തലിബ്.
അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷൈബത്തുൽ ഹംദ് എന്നാണ്. ആ അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് അബ്ദുള്ള. അബ്ദുള്ളയുടെ മകനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദു മനാഫിന്റെ 3 സന്താനങ്ങൾ വേറെയുണ്ട്. ഒന്ന് അബ്ദു ഷംസ്, ഒന്ന് നൗഫൽ. വേറെ ഒരു സന്താനം ആണ് മുത്തലിബ്. അബ്ദു മനാഫിന്റെ മകൻ മുത്തലിബ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ നമ്മൾ കേൾക്കുന്ന ഹാഷിം എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരനാണ്. അപ്പൊ മുത്തലിബ്, ആ മുത്തലിബിന് ഹാഷിം എന്ന ഒരു മകനുണ്ട്. അതായത് സാധാരണയായി ബാപ്പന്റെ പേര്, ജ്യേഷ്ഠന്റെ പേര്, അനുജന്റെ പേര് മക്കൾക്കിടുക എന്നുള്ളത് പഴയ കാലത്തെ ഉള്ളതാണ്. അപ്പൊ സഹോദരന്റെ പേര് മകന് വെച്ചതാണ് മുത്തലിബ്. മകന് ഹാഷിം എന്ന് പേര് വെച്ചു. ആ ഹാഷിമിന്റെ മകനാണ് അബ്ദു യസീദ്. അബ്ദു യസീദിന്റെ മകനാണ് ഉബൈദ്. ഉബൈദിന്റെ മകനാണ് സായിബ്. സായിബിന്റെ മകനാണ് ഷാഫി റളിയല്ലാഹു അൻഹും. അബ്ദു യസീദും ഉബൈദും സായിബും ഷാഫിഉം 4 ഉപ്പാപ്പമാരും സഹാബികളാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബികളാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരിൽ ഷാഫിഇ, ഷാഫിഇന്റെ പിതാവ് സായിബ്, സായിബിന്റെ പിതാവ് ഉബൈദ്, ഉബൈദിന്റെ പിതാവ് അബ്ദു യസീദ്, 4 ആളുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികളാണ്. ആ ഷാഫിഇ എന്ന് പറയുന്ന ഉപ്പാപ്പയുടെ മകനാണ് ഉസ്മാൻ. ഉസ്മാനിന്റെ മകനാണ് അബ്ബാസ്. അബ്ബാസിന്റെ മകനാണ് ഇദ്രീസ് റഹ്മത്തുള്ളാഹി അലൈഹിം. അവരുടെ മകനാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഇ റളിയല്ലാഹു അൻഹു. അപ്പൊ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരെ എണ്ണുമ്പോൾ താബിഈങ്ങളും താബിഈങ്ങളും അവരുടെ മേലെ 4 ഉപ്പാപ്പമാര് സഹാബികളാണ്. അതിന്റെ മേലെയാണ് ഹാഷിം. ഹാഷിമിന്റെ ബാപ്പയാണ് മുത്തലിബ്. മുത്തലിബിന്റെ ബാപ്പയാണ് അബ്ദു മനാഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരുടെ പരമ്പരയിൽ തന്നെ, ഖുറൈശി തറവാട്ടിൽ തന്നെ ജനിച്ച ലോകപ്രശസ്ത പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. നമ്മൾ സാധാരണയായി അബ്ദുൽ മുത്തലിബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പമാരെ പേര് പറയുമ്പോൾ പറയാറുണ്ട്. അബ്ദുൽ മുത്തലിബ് എന്ന പേര് അദ്ദേഹത്തിന് ലഭിച്ചത്, അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ഷൈബത്തുൽ ഹംദ് എന്നാണ്. ആ പേര് ലഭിച്ചത് അദ്ദേഹത്തിന്റെ പിതാവ് ഹാഷിം, അബ്ദു മനാഫിന്റെ മകൻ ഹാഷിം, ഹാഷിമിന്റെ മകനാണ് അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന് ആ പേര് വരാൻ കാരണം ഷൈബത്തുൽ ഹംദ് എന്നായിരുന്നു പേര്. അബ്ദുൽ മുത്തലിബ് എന്ന പേര് വരാൻ കാരണം ബാപ്പ ഹാഷിം മരണപ്പെട്ടു പോയപ്പോൾ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരിൽ വരുന്ന മുത്തലിബ് എന്ന് പറയുന്ന ഉപ്പാപ്പ പിതൃ സഹോദരനാണല്ലോ. ആ മഹാൻ അദ്ദേഹം ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പാപ്പയായ ഷൈബത്തുൽ ഹംദിനെ എടുത്ത് വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തെ അബ്ദുൽ മുത്തലിബ്, മുത്തലിബിന്റെ അടിമ എന്ന് പേര് വിളിക്കുകയാണ് ഉണ്ടായി. അങ്ങനെയാണ് അബ്ദുൽ മുത്തലിബ് എന്ന പേര് തന്നെ വന്നത്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പാപ്പമാരുടെ പരമ്പരയിലുള്ള മുത്തലിബ് എന്ന ഉപ്പാപ്പ ഈ ഷൈബത്തുൽ ഹംദിനെ വളർത്തുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടാണ് ആ പേര് തന്നെ വന്നിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് അബൂ അബ്ദില്ല എന്ന പേരുണ്ട്.